വർഷത്തിലേറെയായി ഞങ്ങൾ ഈ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നു. നാളെയാണ് അവന് സർജറി പറഞ്ഞിട്ടുള്ളത്. മജ്ജ മാറ്റി വെക്കല്ലാതെ വേറൊരു മാർഗവും ഇല്ല. വീഡിയോ കാണുന്ന കഴിയുന്നവരെ ഞങ്ങളെ സഹായിക്കണം. നിവർത്തിയില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ വീഡിയോയിൽ നിൽക്കുന്നത്. ഫിറോസ് കുന്നംപറമ്പിലാണ്. വളരെ എമർജൻസി ആയിട്ടുള്ള വീഡിയോ ആണ്. ബിസ്കോട്ട് അൾഡ്രിച്ച് സിൻഡ്രം എന്ന മാരകമായ അസുഖം ബാധിച്ച 3 വയസ്സുകാരനായ മുഹമ്മദ് ഐസിൻ എന്ന ഈ പൊന്നുമോന്റെ ജീവൻ രക്ഷിക്കാൻ, ഈ പൊന്നുമോന്റെ മജ്ജ മാറ്റിവെക്കാൻ 40 ലക്ഷം രൂപയാണ് കണ്ടെത്തേണ്ടത്. ഒരു നാട് മുഴുവൻ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുക. ആയിരക്കണക്കിന് ജനങ്ങളാണ്, ഉമ്മമാരും കുഞ്ഞുങ്ങളടക്കം ഈ കുഞ്ഞിന് വേണ്ടി യാചിക്കാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുകയാണ്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും സഹായിക്കണം. ഈ ഉമ്മാക്കും ഈ ഉപ്പാക്കും ആകെയുള്ള ഒരു മോനാണ്. കഴിയുന്ന ആളുകളൊക്കെ ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇവർക്ക് വേണ്ടി രൂപീകരിച്ച കമ്മിറ്റി ബന്ധപ്പെട്ട ആളുകളൊക്കെ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും. എന്റെ ജീവിതത്തില് ഞാൻ ഇന്ന് വരെ ചെയ്ത ചാരിറ്റി വീഡിയോയിൽ ഇത്രയും വലിയ ഒരു ജനക്കൂട്ടത്തെ ഞാൻ കണ്ടിട്ടില്ല. ആയിരക്കണക്കിന് ആളുകളാണ്, കുഞ്ഞുങ്ങളായിട്ടും സ്ത്രീകളായിട്ടും എല്ലാവരും ഇവിടെ തടിച്ചുകൂടിയിട്ടുള്ളത്. ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അത്രയ്ക്കും സീരിയസ് ആണ് ആ കുഞ്ഞിന്റെ അവസ്ഥ. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ നൽകണം എന്ന് അഭ്യർത്ഥിക്കുക. ഞങ്ങളൊക്കെ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ആ കുഞ്ഞിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് സഹായിക്കാൻ തയ്യാറാണ്. പക്ഷേ 40 ലക്ഷം രൂപ കണ്ടെത്തുക എന്നത് ഒരു നാട് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വിചാരിച്ചാൽ നടക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോയുമായിട്ട് ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. കുട്ടിയുടെ വാപ്പാന്റെ പേരിലുള്ള, അൻസാറിന്റെ പേരിലുള്ള ഗൂഗിൾ പേയും പേടിഎം എല്ലാം ഇതിന്റെ കൂടെ വെക്കുന്നുണ്ട്. കഴിയുന്ന ആളുകളൊക്കെ സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. മലപ്പുറം ജില്ലയില് നിലമ്പൂരില് കരുളായി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കുടുംബം താമസിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ഇവർക്ക് വേണ്ടിയിട്ട് കഴിയുന്ന രീതിയിൽ സഹായിക്കണം. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ഫണ്ട് കണ്ടെത്താൻ വേണ്ടി ഞങ്ങളുടെ കൂടെ നിൽക്കണം. കാരണം ആ കുഞ്ഞിന്റെ മുന്നിൽ ഇനി ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത്. ഈ കുട്ടിക്ക് നാളെ കീമോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ആ കുട്ടി ICUയിൽ കയറ്റാണ്. പിന്നീട് അതിന്റെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ടേ ആ കുട്ടി പുറത്തേക്ക് വരുള്ളൂ. പക്ഷേ അതിന് മുൻപ് തന്നെ 40 ലക്ഷം രൂപ കണ്ടെത്തുക എന്നുള്ള ആ ഒരു വലിയ ഒരു ഉത്തരവാദിത്വമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും നിങ്ങളോടൊപ്പം എത്തിയിട്ടുള്ളത്. എല്ലാവരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. നമസ്കാരം. പ്രിയമുള്ള സഹോദരന്മാരെ, മലപ്പുറം ജില്ലയിലെ കരുളായി പഞ്ചായത്തിലെ 15-ാം വാർഡ് താഴെ പിലാക്കോട്ട് പാടത്താണ് ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇവിടെ ഈ പഞ്ചായത്തിലെ ജനപ്രതിനിധികളും അതുപോലെ ജാതി മതഭേദമന്യേ എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഉദ്ദേശം, ഈ പ്രദേശത്ത് താമസിക്കുന്ന അൻസാർ എന്ന് പറയപ്പെടുന്ന സഹോദരൻ്റെ കേവലം 3 വയസ്സ് മാത്രം പ്രായമായ മുഹമ്മദ് ഐസിൻ, ആ കുട്ടിയുടെ മജ്ജ മാറ്റിവെക്കാൻ വേണ്ടി ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. 40 ലക്ഷം രൂപയാണ് അതിന് ചെലവ് വരുന്നത്. അതുകൊണ്ട് ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് കുടുംബം പോറ്റുന്ന അൻസാർ എന്ന് പറയപ്പെടുന്ന ആ പ്രിയപ്പെട്ട സഹോദരൻ്റെ പൊന്നുമോനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനും ആ ചികിത്സക്ക് വേണ്ടി നിങ്ങളെല്ലാവരും അകമൊഴിഞ്ഞ് സഹായിക്കണം. ആ കുട്ടിയെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, കരുളായി ഗ്രാമപഞ്ചായത്തിലെ പിലാക്കോട്ടുപാട ഭാഗത്ത് പ്രിയപ്പെട്ട 3 വയസ്സുകാരൻ മുഹമ്മദ് ഐസിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട ഒരു ധനസമാഹരണത്തിനാണ് ഇന്നത് ഈ ജനവിഭാഗം മുഴുവൻ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കുടുംബം, ആ കുട്ടിയുടെ കുടുംബം എന്ന് പറയുന്നത് വളരെ നിർധനമായിട്ടുള്ള കുടുംബമാണ്. അദ്ദേഹത്തിന്, ആ കുട്ടിയുടെ അച്ഛൻ ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിനെ കൊണ്ടോ അദ്ദേഹത്തിന്റെ കുടുംബത്തിനെ കൊണ്ടോ ഈ വലിയൊരു തുക സമ്പാദിച്ച് ഈ ചികിത്സയിലേക്ക് കടക്കാൻ കഴിയില്ല എന്നുള്ളത് ഈ നാട്ടിലെ മുഴുവൻ ആൾക്കാർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്നിവിടെ കൂടിയിട്ടുള്ള ഈ ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് നമ്മൾ ആവശ്യപ്പെടുന്നത്, ഈ തുക, ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ തുകയിലേക്ക് സംഭാവന ചെയ്തുകൊണ്ട് ഈ ഭീമമായ സംഖ്യ എത്തിച്ചേരുന്നതിന് വേണ്ടി സഹായിക്കണം. എല്ലാ സുമനസ്സുകളുടെയും സഹായം അഭ്യർത്ഥിച്ചുകൊള്ളുകയാണ്. കരുളായി പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരിയാനാണ് ഞാൻ. ആ ഒരു കുട്ടിയുടെ ചികിത്സയ്ക്ക് ആവശ്യമായ പണം കണ്ടെത്തുവാൻ എല്ലാവരും, ഈ പഞ്ചായത്ത് അടക്കം ഒന്നടങ്കം എല്ലാവരോടും വേണ്ടി അപേക്ഷിക്കുകയാണ്. ഇത് എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരും ഈ ഒരു സഹായത്തിന് വേണമെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളു. കരുളായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബുവാണ് ഞാൻ. ഞങ്ങളെല്ലാവരും കരുളായി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളും ഇന്ന് പിലാക്കോട്ട് പാടത്ത് ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത് മുഹമ്മദ് ഐസിൻ എന്ന ഒരു പാവപ്പെട്ട കുട്ടിയുടെ
ഓട്ടോറിക്ഷ ഡ്രൈവറായ സാധാരണക്കാരനായ അദ്ദേഹത്തിൻ്റെ അൻസാറിൻ്റെ മകൻ മുഹമ്മദ് ഐസിൻ്റെ ചികിത്സാ ധനസഹായവുമായി മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് ഭീമമായ സംഖ്യ ആവശ്യമായി വന്നിരിക്കുകയാണ്. എല്ലാ വിഭാഗം ജനങ്ങളും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജാതിമത ഭേദമന്യേ എല്ലാവരും ഈ മദ്രസ അങ്കണത്തിൽ ഒത്തുചേർന്നിരിക്കുന്നത് ഈ ധനസഹായ അഭ്യർത്ഥനയ്ക്ക് വേണ്ടിയാണ്. എല്ലാ സുമനസ്സുകളുടെയും സഹായ സഹകരണങ്ങൾ പഞ്ചായത്തിന് വേണ്ടി, ഈ കുടുംബത്തിന് വേണ്ടി, നിർധനരായ കുടുംബത്തിന് വേണ്ടി ദൈവനാമത്തിൽ അപേക്ഷിച്ചു കൊള്ളുന്നു.